ഹായ് ഫ്രണ്ട്സ് നമുക്കൊരു എൻട്രി വരുന്നുണ്ട്. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഡെയിലി അപ്സൈഡ് IDX ടാപ്പ് ചെയ്ത് ഒരു അഗ്രസീവായിട്ടുള്ള ഒരു എൻട്രിയാണ് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഓൾറെഡി ഈ എൻട്രി നമുക്ക് വന്നിട്ട് കുറേ നേരമായി. ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ച എൻട്രിയാണ്. പക്ഷേ എൻട്രി തരാതെ മാർക്കറ്റ് ടാർഗറ്റ് ഏരിയയിലോട്ട് മൂവായിട്ട് ടാർഗറ്റിൻ്റെ അവിടെ നിന്ന് എഗെയിൻ എൻട്രി ഏരിയയിലോട്ട് വന്നിട്ടുണ്ട്. എനിവേ എന്തായാലും എൻട്രി ഒന്ന് എടുത്തു നോക്കാൻ കിട്ടുകയാണെങ്കിൽ ഇനിയും രണ്ടാമത് ടാർഗറ്റ് ഏരിയയിലോട്ട് പോകുമോ ഇല്ലയോ എന്നറിയില്ല. എന്തായാലും ഒരു ചാൻസ് വന്ന സ്ഥിതിക്ക് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. 24,450 ഒരു പുട്ട് ഓപ്ഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എൻട്രി എടുക്കാം. നമ്മുടെ എൻട്രി ഇവിടെ എക്സിക്യൂട്ടീവ് ആയിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 28.65 6 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിച്ചിട്ടുണ്ട്. ഒരു 390 നമുക്ക് ലോസ് വന്നിട്ടുണ്ട്. 28.65 അടുത്ത് എൻട്രി, 22.65 സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. നമുക്കിനി നല്ലൊരു ട്രേഡ് വരികയാണെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്ക് ഒരു എൻട്രിയും കൂടി വരുന്നുണ്ട്. ഇതും ഒരു ഡെയിലി IDX ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു അഗ്രസീവായിട്ടുള്ളൊരു എൻട്രി തന്നെയാണ്. ചില സമയങ്ങളിൽ അങ്ങനെ ഓരോ ഡെയിലി IDXൻ്റെ മുകളിൽ ടാപ്പ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഒന്ന് റിവേഴ്സ് ആകാറുണ്ട്. ആ ഒരു എക്സ്പെക്റ്റേഷനിലുള്ള ട്രേഡാണിതും. നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു ടാർഗറ്റ് ഉണ്ട്. പക്ഷേ ചിലപ്പോൾ നമ്മൾ എൻട്രി കിട്ടിയും മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തൊട്ട് താഴെ തന്നെ ഒരു 5 മിനിറ്റ്സ് IDX ക്രിയേറ്റ് ചെയ്യും. നമുക്ക് എൻട്രി എന്തായാലും എടുക്കാം. എൻട്രി വന്നിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 25.05 ഓൾറെഡി 6 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് എപ്പോഴും പ്ലേസ് ചെയ്യാറുള്ള പോലെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എടുത്തതിന് ശേഷം ചെറിയ പ്രോഫിറ്റ് കാണിക്കണമെന്നുണ്ട്. നമുക്കെന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം.
ഫ്രണ്ട്സ്, നമ്മുടെ ട്രേഡ് ചെറിയൊരു പ്രോഫിറ്റിൽ റണ്ണായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴൊരു 5 മിനിറ്റ്സ് IDX മാർക്കറ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാർക്കറ്റ് നമ്മുടെ എൻട്രി എടുത്ത ശേഷം കുറച്ചും കൂടി മുകളിലോട്ട് പോയപ്പോൾ താഴെ ഒരു 5 മിനിറ്റ് IDX ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒരു 1:1 എബോവ് നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. കാരണം ഇന്ന് എക്സ്പയറി കൂടിയല്ലേ. ഇനി പെട്ടെന്ന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എക്സിറ്റ് ചെയ്തു. നമുക്ക് വേറെ ഏതെങ്കിലും ട്രേഡും കൂടി വരികയാണെങ്കിൽ ഒന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു അപ്സൈഡിലോട്ടൊരു ട്രേഡ് വരുന്നുണ്ട്. ഒരു 24,450 കോൾ ഓപ്ഷൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എക്സിറ്റ് ചെയ്ത ട്രേഡ് എക്സിറ്റ് ചെയ്യാതെ വെയിറ്റ് ചെയ്തെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു 1:5 ടാർഗറ്റ് അടിച്ചാനേ. കാരണം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് പോയിട്ട് അഗെയിൻ ടാർഗറ്റിലോട്ട് വന്ന് ഞാൻ ആ ഒരു 5 മിനിറ്റ്സ് IDX ടാപ്പ് ചെയ്തപ്പോൾ അവിടുന്ന് മാനുവലി എക്സിറ്റ് ചെയ്തതാണ്. കാരണം ഒന്നാമത്തെ ഇന്ന് എക്സ്പയറി ഡേ ആണ്. പിന്നെ മാർക്കറ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു ടാർഗറ്റ് ഏരിയയിലോട്ട് വരാതെ കൺസോളിഡേറ്റ് ചെയ്തതാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതും അങ്ങനെ ആവുമെന്ന് വിചാരിച്ചാണ് എക്സിറ്റ് ചെയ്തത്. പക്ഷേ വെയിറ്റ് ചെയ്തെന്ന് വെച്ചാൽ ഒരു ടാർഗറ്റ് കിട്ടിയാനേ. കുഴപ്പമില്ല, നമുക്കെന്തായാലും വെയിറ്റ് ചെയ്യാം. മാർക്കറ്റിൻ്റെ പൊതുവെ ബിഹേവിയർ നമുക്കിപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എൻട്രി വന്നിട്ടുണ്ട്. നമുക്ക് എൻട്രി കിട്ടിയത് 28.90-നാണ്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ മൂന്നാമത്തെ ട്രേഡും സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഓവറോൾ നമുക്കൊരു 221 രൂപയോളം ലോസ് വന്നിട്ടുണ്ട്. നമ്മുടെ എൻട്രി എക്സിറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. 28.90 എൻട്രി, 22.85 സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്. ഇന്നലെ വീഡിയോ ഇടാൻ സാധിച്ചില്ല. ഇന്നലെ 2 ട്രേഡ് എടുത്താണ്, 2 സ്റ്റോപ്പ് ലോസ് ആയിരുന്നു. മാർക്കറ്റ് കുറച്ച് ടഫായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിവേ നമുക്ക് നാളെ നല്ലൊരു ട്രേഡുമായി കാണാം.